ഈ നോമ്പുകാലം നമുക്ക് നൽകുന്നത് രക്ഷയുടെ അനുഭവമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഈ നോമ്പ് കാലഘട്ടം ഒരു രക്ഷയുടെ അനുഭവമാണ് നമ്മോട് പങ്കുവെക്കുന്നത്. എന്താണ് രക്ഷ? ശിക്ഷയിൽ നിന്നുള്ള വിമോചനമാണ് രക്ഷ. പാപത്തിന്റെ അന്ധകാര കുഴിയിൽ ആണ്ടുപോയ നമ്മെ ആ ശിക്ഷയിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു കാൽവരി കുരിശിൽ സ്വയം ശിക്ഷ ഏറ്റെടുത്തു, സ്വയം യാഗമായി തീർന്നു. ഇതിലൂടെ നമുക്ക് സമ്പാദിതമായി തീർന്ന ഒന്നാണ് രക്ഷയുടെ അനുഭവം. എങ്ങനെ രക്ഷ പ്രാപിക്കുവാൻ കഴിയും? റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ, അതിനെ വായുകൊണ്ട് പ്രസ്താവിക്കുവാൻ, എന്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുവാൻ തീരുമാനിച്ചാൽ, ഈ നോമ്പ് കാലഘട്ടത്തിൽ അങ്ങനെ ജീവിതങ്ങളെ ക്രമീകരിച്ചാൽ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ ഇടയായിത്തീരും. ഈ രക്ഷ നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നവർക്ക് ദൈവശക്തിയും ആയിത്തീരും. ഈ രക്ഷയുടെ അനുഭവത്തെ പ്രാപിച്ചെടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.